രാജസ്ഥാനിൽ പോലീസ് ബൂട്ടുകൊണ്ടുള്ള ചവിട്ടേറ്റ് 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. സൈബർ കുറ്റകൃത്യം ആരോപിച്ച് വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് അതിക്രമം. പിതാവിനെ കടന്നാക്രമിച്ച പോലീസ് കട്ടിലിൽ കിടന്ന കുഞ്ഞിന്റെ തല ചവിട്ടിയരയ്ക്കുകയായിരുന്നു. BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസിന്റെ കാടത്തമാണ് സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും പറഞ്ഞു. വിശദാംശങ്ങളുമായി സ്വാതി സന്തോഷ് ചേരുകയാണ്. സ്വാതി, അതീവ ക്രൂരവും അത്രയധികം ക്രൂരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞിനോടാണ് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിലെ പോലീസിന്റെ ഈ കാടത്തം അരങ്ങേറിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? സിന്ധൂരി രാജസ്ഥാനിലെ അൽവാർ ജില്ലയിലാണ് ഇത്തരത്തിൽ, അതായത് ഗാർഗ് ഗ്രാമത്തിലാണ് ഇത്തരത്തിൽ പോലീസിന്റെ ഒരു അതിക്രമം ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഞായറാഴ്ച 6 മണിക്ക് വീട് അതിക്രമിച്ചു കയറിക്കൊണ്ട് റെയ്ഡിന്റെ പേരിൽ പോലീസ് വീടിനുള്ളിലേക്ക് കടന്നു കയറുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ ബൂട്ടിനടിയിൽപ്പെട്ടാണ് ഈ 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് മരിക്കുന്നത്. ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. പിതാവ് ഇമ്രാന്റെ പേരിൽ സൈബർ കുറ്റകൃത്യം ഉണ്ട് എന്നാണ് പോലീസിന്റെ ആരോപണം. വെളുപ്പിന് വീടിന്റെ മതിൽ പൊളിച്ചുകൊണ്ടാണ് ഇവർ ഉള്ളിലേക്ക് എത്തിയത് എന്നാണ് ഈ മാതാവ് റാസിയ പറയുന്നത്. അകത്ത് കടന്നതിന് ശേഷം പോലീസുകാർ കട്ടിലിൽ കമ്പിളി പുതച്ചു കിടത്തിയിരുന്ന കുഞ്ഞിനു നേരെ പോലീസിന്റെ കാലിലെ ബൂട്ട് ഉപയോഗിച്ചുകൊണ്ട് ചവിട്ടുകയായിരുന്നു. കുഞ്ഞ് ഉടൻ തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ശേഷം ഇത് തടുക്കാൻ ചെന്ന ഈ ഇമ്രാന്റെ ഭാര്യ, അതായത് കുഞ്ഞിന്റെ മാതാവിനെ കൂടി വലിച്ചു പുറത്ത് ഇടുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നും അയൽവാസികൾ അടക്കം പറയുന്നത്. കുഞ്ഞിന്റെ മുകളിലേക്ക് ചവിട്ടി എന്നത് മനസ്സിലാക്കിയ പോലീസ് ഉടൻ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട 3 പോലീസുകാരുടെ പേരിലാണ് ഇപ്പോൾ കൊലപാതകത്തിന് FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആക്രമണത്തിന് അല്ലെങ്കിൽ ഈ ഒരു അതിക്രമത്തിന് നേതൃത്വം നൽകിയ മറ്റു ഉദ്യോഗസ്ഥരുടെ പേര് വെളിപ്പെടുത്തുകയോ അതിൽ കേസെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല ഈ ഒരു ഗ്രാമം എന്ന് പറയുന്നത് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗ്രാമമാണ്. അത്തരത്തിൽ ഈ ഗ്രാമത്തിൽ നിരന്തരമായി ഇത്തരം റെയ്ഡുകൾ ഉണ്ടാകാറുണ്ട് എന്നാണ് ഗ്രാമവാസികൾ പറയുന്നത്. സാധാരണ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ വനിതാ പോലീസ് ഇല്ലാതെ, വാറണ്ട് ഇല്ലാതെ സ്ത്രീകളെ അസഭ്യം പറയുകയും അല്ലെങ്കിൽ അതിക്രമിച്ചു കയറി അവരെ ആക്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവം ഇവിടെ ഉണ്ടാകാറുണ്ട് എന്നുള്ളതും ഗ്രാമവാസികൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വിഷയത്തിൽ ഇപ്പോൾ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടിന്റെ പ്രതികരണം കൂടി വന്നിട്ടുണ്ട്. ബൃന്ദ കാരാട്ട് ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയുണ്ടായിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ ആ ഗ്രാമവാസികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ പ്രതിഷേധ പ്രകടനത്തിലടക്കം ബൃന്ദ കാരാട്ട് സംസാരിച്ചതായി തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ ഗ്രാമത്തിലെത്തി ഇത്തരത്തിലുള്ള ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന BJP ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന കാടത്തമാണ് ഈ ഒരു സംഭവം തെളിയിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബൃന്ദ കാരാട്ട് പ്രതികരിച്ചിട്ടുള്ളത്. സാധാരണ തൊഴിലാളികളോടും ന്യൂനപക്ഷങ്ങളോടും ഇത്തരം നിലപാടാണ് BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ സർക്കാരും പോലീസും നടത്തുന്നത് എന്നുള്ള വലിയൊരു ആരോപണം കൂടി, വലിയ വിമർശനം കൂടി പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വീട്ടുകാർ അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ അമ്മയാണ് പരാതി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ സൈബർ കുറ്റം ആരോപിക്കുന്ന പിതാവിന്റെ പക്കൽ നിന്നും യാതൊരുവിധ തെളിവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമഗ്രികളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നും ഇത് വെറും ആരോപണമായിരുന്നു എന്നും കുടുംബം ഇപ്പോൾ പറയുന്നുണ്ട്. സിന്ധൂരി, വ്യക്തമാണ് സ്വാതി. രാജസ്ഥാനിൽ പോലീസ് ബൂട്ടുകൊണ്ടുള്ള ചവിട്ടേറ്റ് 1.5 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ദാരുണാന്ത്യം. സൈബർ കുറ്റകൃത്യം ആരോപിച്ച് വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിലാണ് അതിക്രമം ഉണ്ടായത്. ഇത്തരത്തിലൊരു കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളും ഇവിടെ നിന്ന് കണ്ടെത്തുവാനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ പോലീസിനെതിരെ കുഞ്ഞിന്റെ മാതാവ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. പിതാവിനെ കടന്നാക്രമിച്ച പോലീസ് കട്ടിൽ കിടന്ന കുഞ്ഞിന്റെ തല ചവിട്ടിയരയ്ക്കുകയായിരുന്നു. ഈ ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പും പോലീസിന്റെ അതിക്രമം ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനത്തെ പോലീസിന്റെ കാടത്തത്തിനെതിരെ CPM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും പ്രതികരണവുമായി എത്തിയിട്ടുണ്ട്. സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയത്.